ബാഗ്ദാദിലേക്കുള്ള യാത്രയിലാണ് മുല്ല. സന്ധ്യയായി. രാത്രി കഴിഞ്ഞാൽ ഒരിടം വേണം. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് അയാൾ. പെട്ടെന്നാണ് പാതവക്കിൽ ഒരു ശ്മശാനം ശ്രദ്ധയിൽപ്പെട്ടത്. ഹോ, സമാധാനമായി. ഈ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടാം, മുല്ല വിചാരിച്ചു. ഏതായാലും മരിച്ചവരെ ഭയക്കേണ്ട കാര്യമില്ല. ജീവിച്ചിരിക്കുന്നവർ ഇങ്ങോട്ട് കടന്നു വരികയുമില്ല. അയാൾ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നു. അവിടെ ശവകുടീരത്തിന് മുകളിലായി മുല്ല കിടന്നു. യാത്രാക്ഷീണം കൊണ്ട് അയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ആരോ ഉറക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നത് കേട്ടാണ് മുല്ല ഞെട്ടി ഉണരുന്നത്. ഏതാനും പേർ ശ്മശാനത്തിലേക്ക് നടന്നു വരികയാണ്. അവരുടെ കൈകളിൽ മൺവെട്ടികളുണ്ട്. വരുന്നത് വരട്ടെ, എല്ലാം നേരിടുക തന്നെ എന്നും ചിന്തിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. അർദ്ധരാത്രിയിൽ ശ്മശാനത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന മനുഷ്യരെ ആഗതർ കണ്ട് പരിഭ്രമിച്ചു. അവരുടെ നേതാവ് മുല്ലയുടെ മുന്നിലെത്തി ഭയപ്പാടോടെ ചോദിച്ചു, ആരാണ് നിങ്ങൾ? 2 ദിവസം മുമ്പ് എന്നെ ഇവിടെ കബറടക്കിയതാണ്. എന്ത് പറയാന ചങ്ങാതി, താഴെ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഒരു നിമിഷം കിടക്കാൻ കഴിയുന്നില്ല. ഇവിടെ മനുഷ്യനെ പേടിക്കണ്ടല്ലോ എന്ന് കരുതി അല്പം ശുദ്ധമായി ശ്വസിക്കാൻ പുറത്തു വന്നതാണ്. ചുണ്ടത്തുതിച്ച കുസൃതിച്ചയെ നിയന്ത്രിച്ചുകൊണ്ട് ശാന്തമായി മുല്ല പ്രതിവചിച്ചു. മുല്ല പറഞ്ഞത് തീരും മുമ്പ് തന്നെ മൺവെട്ടി നിലത്തുപേക്ഷിച്ച് ആഗതൻ ജീവനും കൊണ്ട് ഓടി പറഞ്ഞു. ആഗതന്റെ പിന്നെ മുല്ല അത് നോക്കിയിരുന്ന് ഊറി ചിരിച്ചു.